ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ 4ാമത്തെ വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു ബ്രാൻഡിൻ്റെ വിഷനും മിഷനും ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. അത് ഒരു ബ്രാൻഡ് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യേണ്ടത്, നിങ്ങൾ ആർക്കാണ് ഓഡിയൻസ് ആരാണെന്ന് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലും ഈ ബ്രാൻഡിൻ്റെ അൾട്ടിമേറ്റ് വിഷൻ എന്താണ്? ഒരു 10 വർഷം കഴിയുമ്പോൾ ബ്രാൻഡ് എവിടെ എത്തിയിരിക്കണം? നിങ്ങളുടെ ബ്രാൻഡ് യെസ് ലോകത്തിലെ നമ്പർ 1 ഫുഡ് ബ്രാൻഡായിട്ടാണ് ഞങ്ങൾ മാറുന്നത്. അതാണ് ഞങ്ങളുടെ വിഷൻ. അല്ലെങ്കിൽ ഇപ്പം നൈക്കിയുടെ ഒരു ബ്രാൻഡ് വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ രസകരമാണ്. അതായത് നൈക്കി പറയുന്നത് ഓരോ അത്ലറ്റിനും ഇൻസ്പിറേഷനായിട്ട് മാറുക, ഇന്നൊവേഷനായിട്ട് മാറുക. ഓരോ അത്ലറ്റും അയാളുടെ വിജയത്തിൻ്റെ ഇൻസ്പിറേഷനും ഇന്നൊവേഷനുമായിട്ട് കാണേണ്ടത് നൈക്കിയാണ്. കാരണം അത്ലറ്റ് എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് ഇന്നൊവേറ്റീവായിട്ടുള്ള പ്രൊഡക്റ്റ് തരുമ്പോൾ നൈക്കി മുന്നിൽ വരണം, അയാൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ഇൻസ്പിറേഷനായിട്ട് മാറണം. അതാണ് നൈക്കിയുടെ വിഷൻ. അതുപോലെ നിങ്ങളുടെ എക്സിസ്റ്റൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, പക്ഷെ അതോടൊപ്പം തന്നെ ഒരു 10 വർഷം കഴിയുമ്പോൾ, 20 വർഷം കഴിയുമ്പോൾ, 30 വർഷം കഴിയുമ്പോൾ ഈ ബ്രാൻഡിൻ്റെ വിഷനാണ് നിങ്ങൾ ഡിഫൈൻ ചെയ്യേണ്ടത്. ബ്രാൻഡ് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, ആളുകൾ നിങ്ങൾ എങ്ങനെയാണ് കാണേണ്ടത് എന്നുള്ളതിൻ്റെ വിഷനും മിഷനും സെറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നതിലെ പ്രധാനപ്പെട്ട ഘടകമാണ്.